മാഡം എവിടെ പോവാ? അത് ശരി, ഏതോ ഒരു മാടമാണല്ലേ. ഞാൻ വിചാരിച്ചു മാഷിന്റെ അമ്മായിയമ്മ ചന്ദ്രോത്ത് ചന്ദ്രമതി മാടമാണ്. ചന്ദ്രമതി മേഡം? അല്ല, എടോ, ഇതാണ് ചന്ദ്രോത്തെ പ്രഭാവതി മേഡം. പെണ്ണുമ്പിള്ളയുടെ അമ്മയെ മാടമെന്നാണോ വിളിക്കുന്നത്? ആ, വളരെ പണ്ട് പോലെ ഞാൻ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. 3 വയസ്സ് കല്യാണം കഴിഞ്ഞു അല്ലേ? മാഡം, മാഡത്തിന് ആളെ മനസ്സിലായില്ലേ? കാട്ടൂരാ വക്കീൽ. നമസ്കാരം. ഇങ്ങോട്ടുള്ള വഴി അന്വേഷിച്ച് നിൽക്കായിരുന്നു. ഞാൻ ഇന്നലെ മാഡത്തിനെ വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ചപ്പോഴേ തോന്നി ഇയാൾ സ്ട്രെയിറ്റ് അല്ലെന്ന്. ആ, ഇന്നിപ്പൊ പൂർണ്ണ ബോധ്യമായി. അല്ല മാഡം, ഞാൻ എന്താ മാഡം? ഗിരീഷ് അറിഞ്ഞില്ലേ? ഇയാള് തേവക്കാട്ടായിരുന്നു. അവിടുത്തെ സൽക്കാരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ഇയാൾക്ക് സംസാരിക്കാൻ വയ്യ. നാവൊക്കെ കുഴഞ്ഞ് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്ന പോലെ ആയിരുന്നു. ഇയാള് വേണ്ട, അത് ശരിയാവില്ല. അതെ, കേസ് ആരംഭിച്ചിട്ട് കൂടിയില്ല. അതിനിടയിൽ തന്നെ എതിർ കക്ഷിയായിട്ട് ബന്ധപ്പെട്ട് കമ്പനി കൂടി കഴിഞ്ഞു. മാഷേ, താൻ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, ചെല്ലേ. ഇങ്ങോട്ടും വന്നേ മാഷേ. വന്നേ. എന്താ ഇയാൾ എന്തോടെ കാണിക്കുന്നേ? അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നുമല്ല. പിന്നെ താൻ എന്തേ കാണിച്ചേ? എന്താ തന്റെ പ്രശ്നം? സ്മെല്ലുണ്ടോ? എന്താ മണം ഉണ്ടോന്ന്? 1 മണിക്കൂർ മുമ്പ് നമ്മുടെ ദേവിക വിളിച്ചപ്പോ ഞാൻ വെള്ളം അടിച്ച് പിമ്പിരി ആയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? മണം ഉണ്ടോ? ലോകത്തുള്ള സകലമാന ജനങ്ങൾക്കും അറിയാം 1 മണിക്കൂർ കൊണ്ട് കള്ളിന്റെ കെട്ടുവിട്ട് പോകില്ല എന്ന്. ആണല്ലോ? ആ, അതൊക്കെ ശരിയാ. മാഷേ, ഒരു യുദ്ധം നടക്കുമ്പോ നമ്മൾ അതിർത്തിക്കിപ്പുറം നിന്ന് വെടിവെക്കുന്നതാണോ, അതിർത്തി ഭേദിച്ച് ശത്രുക്കളുടെ തലസ്ഥാനത്ത് പോയി ബോംബിട്ട് വരുന്നതാണോ നേട്ടം? താങ്കള് തേവക്കാട്ട് പോയി എന്ത് ബോംബാണ് ഇട്ടിട്ട് വന്നത്? എന്ത് ബോംബ് ഇട്ടെന്നോ? ബോംബ് നമ്പർ 1 PS2816. രണ്ടാമത്തത് JS1842. ഇതാണ് ബോംബിന്റെ നമ്പറുകൾ. വക്കീൽ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മാഷേ, അതൊക്കെ നിർണായകമായ കേസ് നമ്പറുകളാ. ഈ ബോംബിനി നമ്മൾ കോടതിയിൽ പൊട്ടിക്കും. അതോടെ തേവക്കാട്ടുകാര് പൊട്ടും. എന്റെ മാഡം, ഞാൻ വഴിതെറ്റി കയറുന്നത് പോലെയാ അവിടെ ചെന്ന് കയറിയത്. ചന്ദ്രോത്തല്ലേന്ന് ചോദിച്ച്. ചന്ദ്രോത്തുകാരുടെ വക്കീലാന്ന് പറഞ്ഞപ്പം ത്യാഗരാജന്റെ ഒരു ഉത്സാഹം. ഞാനൊരു മണ്ടൻ കുണാപ്പിയാന്ന് കരുതി അവൻ എന്നെ ചന്ദ്രോത്തെന്ന് പറഞ്ഞ് അകത്തു കൊണ്ടുപോയി. അല്ല, ദേവിക വിളിച്ചപ്പോ നിങ്ങൾ ഫോൺ എടുക്കാതെ ത്യാഗരാജനെ കൊണ്ട് എടുപ്പിച്ചെന്താ? ആരാ ഇത്? മാഷന്റെ ഭാര്യയാണ്. ആ, അതെ. മാഷിന് അങ്ങനെ തന്നെ വേണം. എന്റെ പൊന്ന് സഹോദരി, സഹോദരിയുടെ തലയിലും ത്യാഗരാജന്റെ പോലെ കളിമണ്ണാണോ? ഞാൻ രഹസ്യമായിട്ടാണ് അവിടെ പോയതെങ്കിൽ ത്യാഗരാജനെ കൊണ്ട് ഫോൺ എടുപ്പിക്കുവോ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യില്ലേ? അവൻ ഫോൺ എടുത്തത് നന്നായില്ലേ? ചന്ദ്രോത്തുകാര് ഈ കാരണം കൊണ്ട് എന്നെ കെട്ടിക്കൊന്ന് ലവൻ വിചാരിക്കട്ടെ. അപ്പോ മദ്യപിച്ചതുപോലെ നാക്ക് കുഴഞ്ഞ് സംസാരിച്ചതോ? എന്റെ മാഷ, ഇവിടെ ഉള്ള എല്ലാം മണ്ടന്മാരാണോ? എന്റെ പൊന്നു മാഡം, മദ്യം ഒഴിച്ചു തരുന്ന ആളിന്റെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോ നാക്കൊന്ന് കുഴയണ്ടേ? ആ, അപ്പോ അവൻ ഒഴിച്ചു എന്ന മദ്യം എന്ത് ചെയ്തു എന്നായിരിക്കും സംശയം അല്ലേ? പറഞ്ഞു തരാം. പഠിക്കുന്നില്ലേ? എനിക്ക് ഒരു പ്രാർത്ഥനയുണ്ട്. കാരണവന്മാർക്ക് വേണ്ടി
ഓ എന്നാ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. നോ, അല്ല, അല്ലേ അല്ല. വക്കീല് വിചാരിച്ച പോലെ ചില്ലറ പുള്ളിയല്ല. അതെ, കുറച്ചു കൂടിയ അലവാ.